സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവം 4 പതിറ്റാണ്ട് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. അതും കൊലപ്പെടുത്തിയ ആൾ തന്നെ വെളിപ്പെടുത്തൽ നടത്തുന്നു. ഒടുവിൽ പോലീസ് കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയുന്നു. കൊല്ലപ്പെട്ടയാളിനെ തിരിച്ചറിഞ്ഞതിന്റെ ആശ്വാസത്തിൽ കൊലയാളി അമ്പരപ്പുണ്ടാക്കുന്ന സംഭവം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സംഭവങ്ങളുടെ തുടക്കം. വർഷങ്ങൾക്ക് മുൻപ് താൻ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുമായി മുഹമ്മദ് അലി എന്നയാളാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. മലപ്പുറം വേങ്ങര ചേറൂർ കിളിനക്കോട് പള്ളിക്കൽ ബസാറിൽ താമസിക്കുന്ന തായ്പറമ്പിൽ മുഹമ്മദ് അലിയാണ് 2025 ജൂലൈയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം പറഞ്ഞത്. 14 വയസ്സിൽ കൊലപാതകം നടത്തിയെന്നാണ് മുഹമ്മദ് അലി പറഞ്ഞത്. അറസ്റ്റ് ചെയ്യണമെന്നും അയാൾ പോലീസിനോട് അഭ്യർത്ഥിച്ചു. ഇതോടെ വെട്ടിലായത് പോലീസാണ്. 55കാരന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പോലീസ് നീണ്ട അന്വേഷണമാണ് നടത്തിയത്. ഒടുവിൽ 11 മാസത്തിന് ശേഷം പോലീസ് കൊലപാതകം സ്ഥിരീകരിച്ചു. തിരുവമ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. 1986 കൂടരഞ്ഞിയിൽ വെച്ച് തനിക്കെതിരെ ലൈംഗികാതിക്രമത്തിന് മുതിർന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. ലൈംഗികാതിക്രമം പ്രതിരോധിക്കുന്നതിനായി വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. തുടർന്ന് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി മരണം ഉറപ്പാക്കിയെന്ന് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞു. മുഹമ്മദ് അലിയുടെ മൊഴിയിൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത്. 1980കളുടെ മധ്യത്തിൽ മലബാർ മേഖലയിൽ നിന്ന് കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് മരിച്ചത് കണ്ണൂർ ഇരിട്ട് വെളിമാനം സ്വദേശിയായ മോഹനനാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. തിരിച്ചറിവില്ലാത്ത കാലത്ത് ചെയ്ത തെറ്റാണ്, തിരിച്ചറിവുള്ള പ്രായത്തിൽ ഏറ്റുപറയുകയാണ് ചെയ്തതെന്ന് മുഹമ്മദ് പറയുന്നു. ഇനി ആരാണ് മുഹമ്മദ് അലി കൊലപ്പെടുത്തിയ രണ്ടാമത്തെയാൾ? വെള്ളയിൽ ബീച്ചിലെ കൊലപാതകത്തിലും കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മുഹമ്മദ് പറയുന്നു.